നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്നു മുതൽ നമ്മുടെ ചാനലിലേക്ക് കുറച്ച് പസിലുകൾ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. അതിനായിട്ട് വുഡ്പെക്കർ മെത്തേഡ് എന്ന പുസ്തകമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം എല്ലാവരുടെയും കയ്യിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലെ പസിലുകളെല്ലാം ചെയ്തിട്ടുള്ളവർക്ക് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കാനും ചെയ്തിട്ടില്ലാത്തവർക്ക് ചെയ്തു തുടങ്ങാനും ഉപകാരമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ പുസ്തകം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് 1970 നടന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഗെയിമിലെ ഒരു പൊസിഷനാണ്. മുൻ ലോക ചാമ്പ്യനായിരുന്ന ബെസ്ലി സിംസ്ലോവും വില്യം ആഡിസണും തമ്മിലായിരുന്ന മത്സരം. അവർ ഈ പൊസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് വേഗത്തിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഇതേ പൊസിഷനിലേക്ക് തിരിച്ചു വരാം. ഈ ഗെയിമിൽ സിംസ്ലോവ് വൈറ്റ് സൈഡും ആഡിസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, അപ്പോൾ B5. റോയൽ ഓപ്പസ് ഓപ്പണിംഗ് ആണ്. ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് മോർഫി ഡിഫൻസ് സെലക്ട് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 പോണ് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് D3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് B5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് A4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം റൂക്കിനെ 2 പീസിൽ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് വേഗം H6 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്ന് ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം വൈറ്റ് അടുത്ത എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോണ് വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് പോണ് വെച്ച് തിരിച്ചു കിട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് റൂക്കിനെ ഒട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D4ലേക്ക് കൊണ്ടുവന്ന് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ കൊണ്ടുവന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം വൈറ്റ് കിങ് സെല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ B6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ക്വീനെ E1ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ് സെല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റ് ഈ ബിഷപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ D1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്ത ശേഷം പോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്വീനെ G5ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചിടുന്നു. ബ്ലാക്ക് B4 മൂവ് ചെയ്തുകൊണ്ട് C3യിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് ആ പോൺ എടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഈ F5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം കിങ്ങിനെ ബിഷപ്പിൻ്റെ ഡയഗണലിൽ നിന്നും H8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് G3 മൂവ് ചെയ്യുന്നു. അതിനുശേഷം F5 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ F2 സ്ക്വയറിലേക്ക് 3 അറ്റാക്കും D3യിലെ പോണിനെതിരെ ക്വീന് വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ക്വീനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ക്വീൻ അങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റ് ആ സ്ക്വയർ പിടിച്ചെടുക്കുകയാണ്. ക്വീനെ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7 സ്ക്വയർ കൂടെ കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റാതായിരിക്കുകയാണ്. ബ്ലാക്ക് ഒരു ക്വീൻ എക്സ്ചേഞ്ചിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ F5ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ക്വീനെ C4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് സെക്കൻഡ് റാങ്കിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് ക്വീനെ C2ലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ സെക്കൻഡ് റാങ്ക് കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B4 സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് കിങ് സെല്ലിലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. അടുത്തതായിട്ട് H5 മൂവ് ചെയ്യുന്നു. ഇനി H4 മൂവ് ചെയ്തുകൊണ്ട് ഈ G3യിലെ പോണിനെ അറ്റാക്ക് ചെയ്യാനാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. അത് മനസ്സിലായിക്കൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ F2യിലെ പോൺ പിന്നിങ്ങിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. H4 മൂവ് ചെയ്തുകൊണ്ട് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് F3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ചെക്ക് കൊടുത്താലും കിങ്ങിന് H1ലേക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു ചെക്കിലേക്ക് പോകുന്നില്ല. പകരം ക്വീനിനെ അറ്റാക്കിൽ നിന്നും G5ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു കൗണ്ടർ അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ A1ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്കും ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ്. ക്വീനിനെ E3ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബാറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ റൂക്കിന് ഇപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റില്ല. ഇവിടെ വൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. ബ്ലാക്കിൻ്റെ ഈ H4ലെ പോൺ എപ്പോഴായാലും അപകടമാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിനവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു.
ബ്ലാക്ക് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ H6ലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് പോകുന്നു. വൈറ്റിപ്പോൾ എന്തായാലും ആ പോണിനെ കിങ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ G5 ചെയ്തുകൊണ്ട് ആ പോണെതിരെ വീണ്ടും അറ്റാക്ക് വരികയും ഈ അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആകുകയും ചെയ്യും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ C4ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ വീണ്ടും വൈറ്റിന് സെക്കൻഡ് റാങ്കിലേക്ക് ഉണ്ടായിരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ പോണിനെ നേടിയെടുക്കുന്നില്ല, പകരം ഒരു ചെക്കോട് കൂടി ക്വീനെ D2ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഈ ഡയഗണിലേക്ക് കൺട്രോൾ ഉള്ളത് കാരണം ഫസ്റ്റ് റാങ്കിലേക്ക് തിരിച്ചു പോകുന്നത് അപകടമാണ്. അതുകൊണ്ട് വൈറ്റ് കിങ്ങിനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ സെക്കൻഡ് റാങ്ക് പൂർണ്ണമായിട്ടും ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക് ഇവിടെ മറ്റൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ക്വീനെ F2ലേക്ക് കൊണ്ടുവരുന്നു. ഈ പൊസിഷനാണ് നമ്മുടെ ബുക്കിൽ ആദ്യത്തെ പസിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് മാത്രം കാണിക്കാമെന്നാണ് കരുതിയത്. എന്നാലും ഈ പൊസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഗെയിം മുഴുവനായിട്ട് വേഗത്തിലൊന്ന് കാണിച്ചത്. ഇവിടെ ബ്ലാക്ക് എന്താണ് പ്ലാൻ ചെയ്യുന്നത് നോക്കാം. അതായത് ബ്ലാക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയാണ് വൈറ്റ് കളിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് വേറെന്തെങ്കിലുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത മൂവിൽ റൂക്ക് ഉപയോഗിച്ച് F3യിലെ പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീന് വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഇനിയിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അതും സക്സസ് ആവില്ല, കാരണം ഇവിടേക്ക് പോണിന് കൺട്രോൾ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റൂക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 3 ഓപ്ഷനുണ്ട്. ഇതിൽ ഏത് സ്കോറിലേക്ക് തന്നെ മാറിയാലും അടുത്ത മൂവിൽ ക്വീന് വെച്ച് പോണിനോട്ട് ചെക്ക് വരികയും തൊട്ടടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ ഒരു ചെക്ക്മേറ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ F2ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെയാണ് വൈറ്റ് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ഒരു സാക്രിഫൈസിലൂടെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ക്വീനെ F7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ക്വീനെ സാക്രിഫൈസും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന കുപ്രൈ ചിക്കിൻ്റെ ഗെയിമിൽ ഇതുപോലൊരു മൂവ് കണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. റൂക്ക് വെച്ച് ക്വീനിട്ടാണെങ്കിൽ A1ലെ റൂക്ക് A8ലേക്ക് ഒന്ന് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. ഈ ഡയഗണിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല, അതോടെ ചെക്ക്മേറ്റ് ആകും. എന്നാൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത മൂവിൽ ക്വീന് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോഴും ചെക്ക്മേറ്റ് തന്നെയാണ്. ഇപ്പോൾ കിങ്ങിൻ്റെ സഹായത്തോടെ റൂക്കിനെ G8ലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും ക്വീൻ H5ലേക്കും ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് G8ലേക്ക് മാറ്റുന്നതിന് പകരം ഈ ക്വീൻ്റെ അറ്റാക്കിൽ നിന്നും വേറെ എങ്ങോട്ടെങ്കിലാണ് മാറ്റിയാലും അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ക്വീൻ H5ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോൾ എന്തായാലും G8ലേക്ക് മാറാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ബിഷപ്പ് D5ലേക്ക് ഒന്ന് വീണ്ടും ചെക്ക് വരും. ഇവിടെയും വേറെ ഓപ്ഷനൊന്നുമില്ല, F8ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ F7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ഇവിടെ ഇപ്പോൾ എന്തായാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുമെന്ന് ഉറപ്പായി. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഓപ്പൺ ഫയലിലിരിക്കുന്ന റൂക്കാണ്. ആ റൂക്കിനെ ഓപ്പൺ ഫയലിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഒരു ക്വീൻ എക്സ്ചേഞ്ചിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ക്വീനെ F1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. അതൊരു ഫോർക്കിൻ ചെക്കാണ്. വൈറ്റ് റൂക്ക് വെച്ച് ക്വീനോട്ട് എടുക്കുമ്പോൾ ബ്ലാക്കിനും ഈ ക്വീനോട്ട് എടുക്കാം. ഇപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചെക്ക്മേറ്റിനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ആ ചെക്ക്മേറ്റിനായിട്ട് റൂക്ക് A1ലേക്ക് വരുമ്പോഴേക്കും ബ്ലാക്കിന് ആ റൂക്ക് വെച്ച് തന്നെ കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോർക്കിൻ ചെക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. വൈറ്റ് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം ചെക്കിൽ നിന്നും കിങ്ങിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെയും ക്വീനെയും ഒരേ സമയം സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോഴും ഈ 2 സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീന് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. അല്ലാതെ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് A8ലേക്ക് ഒന്ന് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഈ 2 സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം ഈ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ക്വീനെ G2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ F5ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H5ലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ F5ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കിന് ഒരു ചെക്കോട് കൂടി ഈ ക്വീനെ വിട്ടെടുക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ കിങ്ങിനെ F5ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം H5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് പെട്ടെന്നൊരു അറ്റാക്കിനുള്ള സാധ്യതയില്ല. എന്നാൽ വൈറ്റിൻ്റെ കിങ് ഈ H5ലേക്ക് വന്നതോടെ
ബ്ലാക്കിന് ചെറിയൊരു സാവകാശം കിട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ ഈ h5 ഫ്രീ ആയിരുന്ന സമയത്താണ് റൂക്ക് അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ വൈറ്റിനെ ക്വീനെ h5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാനും അവസരം കിട്ടിയിരുന്നത്. ഇപ്പോൾ ആ സ്ക്വയറിലേക്ക് കിങ് ഉള്ളത് കാരണം ക്വീന് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. എന്നാൽ ഇപ്പോഴും നേരത്തെ കണ്ട അതേ ചെക്ക്മേറ്റ് ഫിഷൻ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഈ കിങ്ങിൻ്റെ സപ്പോർട്ടോടുകൂടി റൂക്കിനടന്ന് മാറ്റാണ്. റൂക്കിനെ g8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് വേഗം അടുത്ത അറ്റാക്കിലേക്ക് പോവുകയാണ്. റൂക്കിനെ a8ലേക്ക് കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇവിടെയും അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ബ്ലാക്ക് അപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചുവിട്ടിയ ശേഷം ബിഷപ്പിനെ e4ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്ന് ഈ h7 സ്ക്വയർ കൺട്രോൾ ചെയ്ത ശേഷം ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം g6 മൂവ് കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പ് വെച്ച് ഈ g6 പോയിന്റ് എടുത്തതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇനി ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ഈ റൂക്ക് പിന്നിങ്ങിലായത് കാരണം ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിന് ഒട്ടാൻ പറ്റില്ല. ഈ അറ്റാക്ക് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. അങ്ങനെ ക്വീൻ വെച്ച് ബിഷപ്പിന് വെട്ടിയാലും വൈറ്റിന് ക്വീൻ വെച്ച് തന്നെ തിരിച്ചു വെട്ടാം. ഇപ്പോഴും റൂക്ക് പിന്നിങ്ങിലായത് കാരണം റൂക്ക് വെച്ച് ക്വീനെ ഇട്ടാൻ പറ്റില്ല. ഇപ്പോഴും ഇവിടെ അടുത്ത മൂവിൽ ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചാലും അതും സക്സസ് ആവില്ല. എൻ്റെ ഗെയിമിൽ ക്വീനെതിരെ റൂക്കും ബിഷപ്പും ഉണ്ടെങ്കിലും ബ്ലാക്കിൻ്റെ കിങ് ഇവിടെ മെയ്റ്റ് നെറ്റിലാണുള്ളത്. ഇവിടെ ഇനി അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ഇങ്ങനെ 3 ലെവലുകളായിട്ടാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ ഇനി അടുത്ത 3 മൂവിലെ ചെക്ക്മേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ക്വീനെ h6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക. ഇപ്പോൾ എന്തായാലും കിങ്ങിന് g8ലേക്ക് മാറാൻ പറ്റുള്ളൂ. ഇവിടെ ഇനി അടുത്ത മൂവ് വളരെ പ്രധാനമാണ്. അടുത്ത് വീണ്ടും ക്വീന് വെച്ചല്ല ചെക്ക് കൊടുക്കാനുള്ളത്. അടുത്തായിട്ട് ചെക്ക്മേറ്റിനുള്ള സപ്പോർട്ടിംഗ് പീസാണ് ആവശ്യം. അതിനായിട്ട് കിങ്ങിനെ g6ലേക്ക് മൂവ് ചെയ്യുക. ഇതോടെ ഈ കിങ്ങിന് എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ബ്ലാക്ക് ഇനി എന്തെങ്കിലും മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ക്വീന് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ക്വീനെ g7ലേക്ക് കൊണ്ട് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. ശരിക്കും നമ്മൾ ആ അവസാനത്തെ ഭാഗം മാത്രം ഒരു 3 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്ന് കരുതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ മൂവുകൾ ചെയ്തു വന്നപ്പോൾ ഇത്ര സമയമായിപ്പോയി. എന്തായാലും നമുക്ക് ഇനിയുള്ള പസിലുകൾ വേഗത്തിൽ തന്നെ ചെയ്യാം. ഇങ്ങനെയുള്ള പസിലുകൾ ചെയ്യുമ്പോൾ ശരിക്കുള്ള ബോർഡിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.